നമ്മൾ പറയാൻ പോകുന്നത് ഒരു സൂത്രശാലിയും തന്ത്രശാലിയുമായ ഒരു കുറുക്കൻ്റെ കഥയാണ്. ഒരു അതിഭീകരമായ കാട് ഉണ്ടായിരുന്നു. എന്നാൽ ആ കാട്ടിൽ നിശബ്ദത മാത്രമാണ് ഉണ്ടായിരുന്നത്. അവിടെ മൃഗങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ഒരു ഭീകരനായ സിംഹമുണ്ടായിരുന്നു. സിംഹം ആ കാട്ടിലെ മൃഗങ്ങളെയെല്ലാം വേട്ടയാടി പിടിച്ചു തിന്നതുകൊണ്ട് ആ കാട്ടിൽ മൃഗങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. സിംഹമാണെങ്കിൽ ഈ കാട്ടിൽ ഇനി വേട്ടയാടാൻ മൃഗങ്ങളില്ലാത്തത് കൊണ്ട് തൊട്ടടുത്തുള്ള കാട്ടിലേക്ക് പോയി. അവിടെ ചെന്ന് ആ കാട്ടിലെ കാക്കയെയും പുലിയെയും മറ്റു മൃഗങ്ങളെയെല്ലാം സിംഹം ഓടിച്ച് വേട്ടയാടാൻ തുടങ്ങി. സിംഹത്തെ കണ്ട് മൃഗങ്ങളെല്ലാം തന്നെ പേടിച്ചോടി. സിംഹമാണെങ്കിൽ അതിക്രൂരനായിരുന്നു. ആരെയും വെറുതെ വിട്ടില്ല. കാട്ടിലെ പല സ്ഥലങ്ങളിലേക്കും യാത്ര തിരിച്ചു. ഒരൊറ്റ മൃഗത്തെ പോലും വെറുതെ വിടാൻ സിംഹം തയ്യാറായില്ല. സിംഹത്തിൻ്റെ ഈ ക്രൂര പ്രവൃത്തിയാൽ കാടെല്ലാം കിടുകിടാ വിറച്ചു. മൃഗങ്ങളൊന്നും പേടിച്ച് പുറത്തിറങ്ങാതായി. എന്നാൽ സിംഹം തൻ്റെ വേട്ട തുടർന്നു കൊണ്ടേയിരുന്നു. എന്നാൽ ഈ സിംഹം ചെയ്തു കൂട്ടുന്ന ക്രൂരതയൊന്നും തന്നെ അറിയാതെ ഈ കാട്ടിലെ പാവം സിംഹം കിടന്നുറങ്ങുകയായിരുന്നു. ആ സമയമാണ് അങ്ങോട്ടേക്ക് കാക്കയുടെ വരവ്. കാക്ക കിടന്നുറങ്ങുന്ന സിംഹത്തെ വിളിച്ചെണീപ്പിച്ചു. എന്നിട്ട് സിംഹത്തോട്, അങ്ങ് ഈ കാട്ടിൽ നടക്കുന്ന വിവരമൊന്നും അറിയുന്നില്ലേ? അപ്പുറത്തെ കാട്ടിൽ നിന്ന് ഒരു ക്രൂരനായ സിംഹം വന്ന് നമ്മുടെ കാട്ടിലെ മൃഗങ്ങളെയൊക്കെ തിന്നുകൊണ്ടിരിക്കുക. ഇങ്ങനെ പോവുകയാണെങ്കിൽ അങ്ങേക്ക് ഭരിക്കാൻ മൃഗങ്ങളില്ലാതാകും. അവൻ്റെ കാട്ടിലെ മൃഗങ്ങളെയെല്ലാം വേട്ടയാടിയിട്ടുള്ള വരവാ ഇങ്ങോട്ടേക്ക്. പാവം നമ്മുടെ മൃഗങ്ങൾ. അങ്ങ് എത്രയും പെട്ടെന്ന് ഇതിനെ തടയാൻ എന്തെങ്കിലും വഴിയുണ്ടാക്കണം. ഇതും പറഞ്ഞ് കാക്ക അവിടെ നിന്നും പറന്നുപോയി. കാക്ക പോയതും സിംഹം, ഇനി എൻ്റെ കാട്ടിലെ മൃഗങ്ങളെ രക്ഷിക്കാൻ ഞാൻ എന്താ ചെയ്യുക? എന്തെങ്കിലും വഴി എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് ആ സിംഹത്തിനെ ഓടിക്കണം എന്നും ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് കുറുക്കൻ്റെ വരവ്. കുറുക്കനെ കണ്ടതും സിംഹം, എൻ്റെ കുറുക്ക, നീ അറിഞ്ഞില്ലേ ആ സിംഹത്തെക്കുറിച്ച്? കുറുക്കൻ ആ സമയം, അറിഞ്ഞു സിംഹരാജ, അങ്ങ് വിഷമത്തിലാണെന്ന് തോന്നുന്നു. അങ്ങ് വിഷമിക്കണ്ട, അവനെ ഓടിക്കാനുള്ള വഴിയൊക്കെ എനിക്കറിയാം. അങ്ങ് ഇവിടെ ഇരുന്നാൽ മതി. അവൻ വന്ന വഴി ഓടുന്നത് ഞാൻ കാണിച്ചു തരാം. ഇത് കേട്ടതും സിംഹം, എന്ത് വഴിയുണ്ടെന്നാ നീ പറയുന്നത്? അതൊക്കെ ഉണ്ട് സിംഹരാജ, വഴിയെ കാണാം എന്നും പറഞ്ഞ് കുറുക്കൻ അവിടെ നിന്നും പോയി. കുറുക്കൻ പോയതും സിംഹം, എല്ലാം ശരിയായാൽ മതിയായിരുന്നു. എന്താണോ കുറുക്കൻ ചെയ്യാൻ പോകുന്നത്? എന്തായാലും നോക്കി നോക്കാം. എന്നാൽ കുറുക്കനാണെങ്കിലോ കുറേ ദൂരം നടന്നതിന് ശേഷം ഒരു കുളത്തിൻ്റെ അവിടെ എത്തി. എന്നിട്ട് ചിന്തിച്ചു, ഈ പന്നിക്കുട്ടനെ ഇവിടെ ഒന്നും കാണാനില്ലല്ലോ. കുറുക്കൻ അവിടെ ആകെ പന്നിക്കുട്ടനെ തിരയുവാൻ തുടങ്ങി. എന്നാൽ പന്നിക്കുട്ടൻ അവിടെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കുറേ സമയം കഴിഞ്ഞപ്പോൾ ദേ വരുന്നു പന്നിക്കുട്ടൻ, ദേഹത്തൊക്കെ നിറയെ ചെളിയുമായി. കുറുക്കനെ കണ്ടതും പന്നിക്കുട്ടൻ, എന്താ കുറുക്ക ഈ വഴിയൊക്കെ? സാധാരണ എൻ്റെ ഈ പൊട്ട മണം സഹിക്കാനാകാതെ മൃഗങ്ങളൊന്നും ഈ ഭാഗത്തേക്ക് വരാറില്ലല്ലോ. ഇത് കേട്ടതും കുറുക്കൻ, എനിക്ക് വേണ്ടതും ഈ മണമാണ്. നിന്നെ കൊണ്ട് എനിക്കൊരു കാര്യമുണ്ട്. നീ നാളെ വൈകിട്ട് ആ ഗുഹയ്ക്കടുത്തുള്ള മൈതാനത്തിലോട്ട് വാ. സിംഹരാജൻ വിളിച്ചിട്ടാ. ഇത് കേട്ടതും പന്നിക്കുട്ടൻ, എന്നെ സിംഹരാജൻ വിളിച്ചെന്നോ? ആ സമയം കുറുക്കൻ, അതെ, നിന്നെ കൊണ്ട് സിംഹരാജൻ ഒരു കാര്യമുണ്ട്. നിനക്ക് ഇനി എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. ഇത് കേട്ടതും പന്നിക്കുട്ടൻ, ഈ കുറുക്കൻ ഇതെന്തൊക്കെയാ പറയുന്നത്? ഞാൻ എന്ത് ചെയ്യാനാ? ഈ സമയം കുറുക്കൻ, അതൊക്കെ നിനക്ക് വഴിയെ മനസ്സിലാകും. എന്തായാലും 3 മണിയാകുമ്പോൾ നീ ആ സ്ഥലത്തേക്ക് വാ. സ്ഥലം മറക്കണ്ട. ഇതും പറഞ്ഞ് കുറുക്കൻ അവിടെ നിന്നും പോയി. കുറുക്കൻ പോയതും പന്നിക്കുട്ടൻ, എന്താണോ എന്നെ കൊണ്ട് ഇവർക്ക് ഉപകാരം? എന്തായാലും രാജാവ് എന്നെ വിളിച്ചല്ലോ, അത് തന്നെ വലിയ കാര്യം. എനിക്ക് സന്തോഷമായി. ഇപ്പോഴെങ്കിലും രാജാവിന് എൻ്റെ വില മനസ്സിലായല്ലോ. എന്തായാലും 3 മണിക്കല്ലേ, പോയി നോക്കാം. ഇതും പറഞ്ഞ് പന്നിക്കുട്ടൻ അവിടെ നിന്നും പോയി. ഇതേ സമയം സിംഹം കുറുക്കനെ നോക്കി നിൽക്കുമ്പോഴതാ കുറുക്കൻ വരുന്നു. കുറുക്കനെ കണ്ടതും സിംഹം, പോയ കാര്യം എന്തായി? ആ സമയം കുറുക്കൻ, അതെല്ലാം ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. അങ്ങ് ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. ആ സമയം സിംഹം, നിന്റെ പ്ലാൻ എന്താണെന്ന് പറ. ആ സമയം കുറുക്കൻ, അങ്ങ് 3 മണിയാകുമ്പോൾ ആ ഗുഹയുടെ അടുത്തുള്ള മൈതാനത്തിലോട്ട് വാ. ആ സമയം എല്ലാം മനസ്സിലാകും. ഇത് കേട്ടത് സിംഹം, എങ്കിൽ ശരി, നമുക്കൊന്ന് പോയി നോക്കാം. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ സിംഹവും കുറുക്കനും മൈതാനത്തെത്തി. എന്നിട്ട് അവർ ക്രൂരനായ സിംഹം വരാനായി നോക്കിയിരുന്നു. അപ്പോഴതാ ക്രൂരനായ സിംഹം വരുന്നു. ക്രൂരനായ സിംഹം ആ സമയം, ഹേ സിംഹമേ, ജീവനിൽ കൊതിയുണ്ടിൽ ഈ കുറുക്കനെയും കൊണ്ട് കാട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടോളൂ. ഇല്ലെങ്കിൽ നിന്റെ കഥ ഞാൻ കഴിക്കും. ഇതുപോലെ ഒരുപാട് പേരെ ഞാൻ കണ്ടതാ. ഇത് കേട്ടതും കുറുക്കൻ, അതിന് നിന്നോടൊക്കെ മുട്ടി എൻ്റെ സിംഹരാജൻ്റെ വില കളയാനോ? നിന്നോട് മുട്ടാൻ ഞങ്ങളുടെ സിംഹരാജൻ ഇറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. അതിനുള്ള ആള് ഇപ്പം വരും എന്നും പറഞ്ഞ് അവർ അവിടെ നിന്നും പോയി. ക്രൂരനായ സിംഹം ഗർജിച്ചുകൊണ്ട് ആലോചിച്ചു,
ആരാണാവോ ഇവർ പറഞ്ഞ ഇത്ര വലിയ ആള്? എന്തായാലും ആളിപ്പോൾ വരുമല്ലോ, ആരായാലും ശരിയാക്കി കൊടുക്കാം. ആ സമയം ദേ വരുന്നു നമ്മുടെ പന്നിക്കുട്ടൻ. പന്നിക്കുട്ടനെ കണ്ടതും സിംഹം, ഹയ്യേ, ഈ പന്നിക്കുട്ടനാണോ എന്നെ ഓടിക്കാൻ വന്നവൻ? എന്തായാലും കൊള്ളാം, ഇവനെ ഞാൻ ഇപ്പോൾ അകത്താക്കി കാണിച്ചു തരാം. ഇതും പറഞ്ഞ് സിംഹം പന്നിക്കുട്ടനെ പിടിക്കാൻ പന്നിക്കുട്ടൻ്റെ അടുത്തേക്ക് ചെന്നു. എന്നാൽ കടുത്തെത്തിയതും സിംഹത്തിനാകെ പൊട്ട മണമടിക്കാൻ തുടങ്ങി. ആ സമയം സിംഹം, ഈ നാറ്റം ഈ പന്നിക്കുട്ടൻ്റെ അടുത്ത് നിന്നുമാണല്ലോ വരുന്നത്. എന്തൊരു അസഹനീയമാണിത്! എത്രയോ കാടുകളിൽ ഞാൻ പോയിരിക്കുന്നു. ഈ നാറ്റം എനിക്ക് സഹിക്കാൻ വയ്യ. ഇവിടെ നിന്നും വേഗം ഓടി രക്ഷപ്പെടാം എന്നും പറഞ്ഞ് സിംഹം അവിടെ നിന്നും ഓടടാ ഓട്ടം. പന്നിക്കുട്ടനാണേൽ, നിന്നെ ഞാൻ വിടില്ലടാ ക്രൂരനായ സിംഹമേ എന്നും പറഞ്ഞ് സിംഹത്തിൻ്റെ പിന്നാലെ വെച്ചു പിടിച്ചു. പന്നിക്കുട്ടൻ പോയതും ആ സമയം സിംഹരാജൻ ഇതെല്ലാം കണ്ടുകൊണ്ട് സന്തോഷത്തോടെ മൈതാനത്തോട്ടേക്ക് വന്നു. കൂടെ കുറുക്കനും വന്നു. അതിനുശേഷം സിംഹം കുറുക്കനോട് പറഞ്ഞു, കുറുക്ക, നിന്നെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. എന്തായാലും നിന്റെ ബുദ്ധി കൊള്ളാം. ഇനി മുതൽ എൻ്റെ മന്ത്രി നീയാണ്. ഇത് കേട്ടതും കുറുക്കൻ, ഇതൊക്കെ എന്ത് സിംഹരാജ, ഇതിലും വലിയത് ഞാൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും ആ ക്രൂരനായ സിംഹം ഇനി ഈ കാട്ടിലോട്ടേക്ക് വരില്ല. ആ സമയം കാക്ക വന്ന് സിംഹരാജാവിനോട്, ആ ക്രൂരനായ സിംഹം ഈ കാട് വിട്ട് ജീവനും കൊണ്ട് ഓടുന്നുണ്ട്. സിംഹരാജനെ സമ്മതിച്ചിരിക്കുന്നു. ഇനി എല്ലാ മൃഗങ്ങൾക്കും സന്തോഷത്തോടെ ജീവിക്കാം. ഒരാളെയും പേടിക്കേണ്ട ആവശ്യമില്ല. ഈ കഥ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? ഈ കഥയിൽ നിന്നും എന്ത് മനസ്സിലാക്കാം? ശരിയായ സമയത്ത് ശരിയായ ബുദ്ധി ഉപയോഗിച്ചാൽ ഏത് ശക്തിയുള്ളവനെയും തോൽപ്പിക്കാം. ഈ കഥ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.